السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. സത്യവിശ്വാസികളാകുന്ന ആളുകൾ നമ്മുടെ ഈമാൻ അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നാം വിശ്വസിക്കുന്ന വിശ്വാസത്തിന് എതിരായി ആര് എന്തു പറഞ്ഞാലും അത് ഉൾക്കൊള്ളുക നമുക്ക് സാധ്യമേ അല്ല. വിശുദ്ധ ഇസ്ലാം അതിൻ്റെ വ്യക്തമായ നിലപാട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ അടിയുറച്ച് അതിൽ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം നാം മുന്നോട്ട് പോകേണ്ടത്. എന്നല്ലാതെ ഏതെങ്കിലും മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ വെച്ചു പുലർത്തി വരുന്ന വിശ്വാസം അത് നമുക്ക് അനുകരിക്കേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. അത്തരം അനുകരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഇസ്ലാമിൽ നിന്ന് തന്നെ തെറിച്ചു പോകാൻ വരെ അത് കാരണമായി തീരുമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ധാരാളം അന്ധവിശ്വാസങ്ങൾ നമുക്കിടയിൽ ഇന്നും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകൂട്ടി തന്നെ നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായി പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, നമ്മുടെ ജീവിതത്തിൽ നിന്നും അത് മാറ്റി അതിനെ തിരുത്തുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയുടെയും ബാധ്യതയാണല്ലോ. അത്തരം ഒന്നാണ് സഫർ മാസമായി കഴിഞ്ഞാൽ അത് വലിയ ശകുനം പിടിച്ച മാസമാണ്. അതിൽ വിവാഹം ചെയ്യാനോ അതല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ തുടങ്ങാനോ ഒന്നും പാടില്ല എന്ന് ചിലരെങ്കിലും വിശ്വസിച്ചു പോരുന്നുണ്ട്. അത്തരം വിശ്വാസങ്ങൾ ജാഹിലിയ കാലത്തുണ്ടായിരുന്നൊരു വിശ്വാസമാണ്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അത് മാറ്റി നിർത്തപ്പെടേണ്ടതാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലോ മറ്റോ പ്രത്യേകം പക്ഷികൾ കരയുകയോ അതല്ലെങ്കിൽ അത്തരം പക്ഷികൾ ഏതെങ്കിലും വീടിൻ്റെ മുകളിൽ വന്ന് ഇരിക്കുകയോ ഒക്കെ ചെയ്താൽ ആ വീട്ടുകാർക്ക് എന്തോ അപകടം വരാനുണ്ട്, വലിയൊരു അപകടത്തിൽ അവർ പെട്ടുപോകും, ആ വീട്ടിൽ ഒരു മരണം സംഭവിക്കുമെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ പല ഭാഗങ്ങളിൽ നിന്നും കേൾക്കാറുണ്ട്. സത്യത്തിൽ അതെല്ലാം തെറ്റായ വിശ്വാസമാണ്, അന്ധവിശ്വാസമാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലാ അദുവ വലാ സഫറ വലാ ഹാമ്മ. രോഗങ്ങൾ അത് സ്വമേധയാ വിട്ടുകിടക്കലില്ല. അല്ലാഹു തആല കണക്കാക്കിയതല്ലാതെ ഒരാൾക്കും ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല. ഒരാൾ രോഗിയായി ആ രോഗം മറ്റുള്ളവരിലേക്ക് അത് സ്വന്തമായി വിട്ടുകിടക്കും, അള്ളാഹുവിൻ്റെ ഇതിന് ഇറാദത്തില്ലാതെ തന്നെ വിട്ടുകിടക്കുമെന്നുള്ള വിശ്വാസം ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. അങ്ങനെ ഒന്നില്ല, അള്ളാഹു കണക്കാക്കിയത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വലാ സഫറ, സഫർ മാസത്തിനും യാതൊരു ശകുനവുമില്ല. സഫർ മാസത്തിൽ ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അത് ശകുനം പിടിച്ച മാസമാണെന്നുള്ള വിശ്വാസത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗണ്ണിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി കാണാം, മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വിവാഹം ചെയ്തത് സഫർ മാസത്തിലാണ്. മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിച്ചവർ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആണെന്ന് ആർക്കാണ് അറിയാത്തത്? അത്രക്കും വലിയ ഭാഗ്യം ലഭിച്ച മഹദിക്ക് വരനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിട്ടിയത് സഫർ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ സഫർ മാസത്തിന് വിവാഹം ചെയ്യുന്നതിനോ ഖൈറായ കാര്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ലെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വല്ല ഹാമ്മ, ഒരു പ്രത്യേകതരം ജീവി, പ്രത്യേകതരം പക്ഷി, അതല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഊമൻ എന്നുള്ള ഈ പക്ഷി ഇതേതെങ്കിലും വീട്ടിൻ്റെ മുകളിൽ ഇരിക്കുകയോ അതല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലോ മറ്റൊക്കെ ഇരുന്ന് കരയുകയൊക്കെ ചെയ്താൽ ആ നാട്ടിൽ ആ വീട്ടിൽ വലിയൊരു അപകടമുണ്ടാകുമെന്നുള്ള ഒരു ജാഹിലിയ കാലത്തെ വിശ്വാസം അതിന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗണ്ണിക്കുകയാണ്. അത്തരം വിശ്വാസങ്ങൾ തെറ്റാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ ധാരാളം അന്ധവിശ്വാസങ്ങൾ നമുക്കിടയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹക്കായി മനസ്സിലാക്കി അതിനെ പിൻപറ്റാനും തെറ്റായി മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റി നിർത്താനും നമുക്ക് സാധ്യമാകണം. ധാരാളം അറിവുകൾ സമ്പാദിക്കാൻ അതുവഴി നമുക്ക് ഇത്തരം തെറ്റിദ്ധാരണകൾ മാറ്റാനും സാധ്യമാകണം. കാരുണ്യവാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.